ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വെഡ്ഡിങ് ഇവൻ്റെ ബാക്കി വ്ളോഗായിട്ടാണ് കേട്ടോ. അതായത് കല്യാണത്തിൻ്റെ അന്നത്തെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ കല്യാണം നടന്നിരുന്നത് നമ്മുടെ വെങ്ങല്ലൂരുള്ള ഷെറോൺ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ. പെണ്ണിൻ്റെ വീടും വെങ്ങല്ലൂർ തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വെങ്ങല്ലൂർ ഷെറോൺ ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. സ്റ്റേജ് ഡെക്കറേഷനും അതുപോലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് വന്നിട്ട് നമ്മുടെ മൊഹബത്തി കാറ്റേഴ്സ് തന്നെയായിരുന്നു കേട്ടോ. അവർക്കൂടെ ഒരുപാട് ഷോർട്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ഇതിനു മുന്നേ നമ്മുടെ ഒരു കസിൻ്റെ മാരേജും വന്നിട്ട് മൊഹബത്തി കാറ്റേഴ്സ് തന്നെയായിരുന്നു. അവർക്കുടെ ഫുഡും അവർക്കിടെ കാറ്ററിംഗ് സർവീസൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്. അവിടെ നമ്മൾ ഫുഡ് ഓർഡർ കൊടുക്കുന്നത് ഇവർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ജ്യൂസ് വന്നിട്ട് പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ഫ്രഷ് ലൈം ഉണ്ടായിരുന്നു, ഗ്രേപ്സ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ വാട്ടർമെലൻ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊച്ചു വീട്ടിൽ നിന്ന് വന്ന പൊതുവെ ഫോണിൽ തന്നെയാണ് കേട്ടോ. അവനങ്ങനെ കുറച്ച് അപ്പച്ചിരൊക്കെ കൂടി ഇരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ ടൈമിൽ ഏകദേശം ഒരു 10-12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പോയത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ബ്രൈഡ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡിൻ്റെ മേക്ക് ഓവർ വന്നിട്ട് നമ്മുടെ ഇടവട്ടിയിലുള്ള ആഷ് ബ്യൂട്ടി പാർലർ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അയത്താനെ നേരത്തെ പരിചയമുള്ളതാണ്, ഫ്രണ്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് പരിചയമുള്ളത്. അയത്താടെ വീട് വെങ്ങല്ലൂരാണ്, ഹസ്ബൻഡിൻ്റെ വീടാണ് ഇടവട്ടിയിൽ. അവിടെ തന്നെയാണ് ബ്യൂട്ടി പാർലറും വന്നിട്ട് നല്ല മേക്ക് ഓവർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിട്ട് ചെക്കൻ വരാനൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും എന്നാൽ ഫുഡ് കഴിച്ചിട്ട് വരാം എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചെക്കൻ വരുവാട്ടോ ചെയ്ത്. അപ്പോൾ നമ്മൾ തന്നെ കഴിക്കൽ നിർത്തിയിട്ട് എണീറ്റ് വന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഒരു വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിനോട് ഇപ്പോൾ ഒന്നും മിണ്ടാന്ന് ഓർത്തില്ല. എന്തെങ്കിലും ഒരു ഇച്ചിരി പറഞ്ഞത്തിന് അവർക്ക് പെട്ടെന്ന് സങ്കടം വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലൈവ് ഫുഡ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണ്ടോ. ഇപ്പോൾ ഇപ്രാവശ്യം ലൈവ് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കസിൻ്റെ കല്യാണത്തിന് ഇതിന് മുന്നേ ഒരു കല്യാണത്തിൻ്റെ വ്ളോഗ് ഇട്ടതിൽ അവർക്ക് ലൈവ് ഫുഡായിരുന്നു കേട്ടോ. അതായത് ചിക്കനൊക്കെ ലൈവായിട്ട്, പൊറോട്ട പത്തിരക്ക് ലൈവായിട്ട് ഫ്രൈ ചെയ്യായിരുന്നു, സെറ്റപ്പായിരുന്നു കേട്ടത്. അപ്പോൾ അതുപോലെ ലൈവ് ഉണ്ടോ നോക്കാൻ വന്നപ്പോൾ ഇവിടെ ലൈവ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വെജിറ്റേറിയനും ഉണ്ടായിരുന്നു, അതുപോലെ ബിരിയാണി ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ വെഞ്ചോറിനാണെങ്കിലും ഇഷ്ടംപോലെ കറികളുണ്ടായിരുന്നു കേട്ടോ. അവിയൽ, അതുപോലെ മീൻ, ഇഷ്ടംപോലെ കറികളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ കല്യാണ ചെക്കൻ വരുന്ന സംഭവമാണ്. നമ്മൾ ഫുഡ് കഴിച്ചിരുന്നതുകൊണ്ട് എൻ്റെ വാപ്പിച്ചാണ് ഇത് വീഡിയോ നമുക്ക് എടുത്ത് തന്നെ. നല്ല രസമായിരുന്നു. ഗ്രൂമിൻ്റെ എൻട്രിയും അതുപോലെ ബ്രൈഡിൻ്റെ എൻട്രിയും ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ശരിക്കും ഗ്രൂമൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ സ്റ്റേജിലൊക്കെ ലൈറ്റിങ് ഇട്ടത്. അപ്പോഴാണ് സ്റ്റേജ് കാണാൻ കുറച്ചുകൂടി ഭംഗിയായത്. പിന്നെ ബ്രൈഡും ഗ്രൂമും സ്റ്റേജിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം റിലേറ്റീവ്സ് എല്ലാവരോടും കയറി. പിന്നെ അല്ലാത്ത ചടങ്ങുകൾ, താലികെട്ട്, അതുപോലെ പാല് കൊടുക്കൽ, അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചധികം ടൈം കൂടി നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കാരണം നമ്മൾ പിന്നീട് ഇവർ കല്യാണത്തിനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് പിന്നീട് ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഇവർക്ക്
ചെക്കൻ്റെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. അവരൊരു ഹണിമൂൺ പാക്കേജ് ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് നൽകിയത്. അപ്പോൾ അവരവിടെ വെച്ചിട്ട് തന്നെ അത് അൺബോക്സിങ് കൂടി ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെ അവിടെ വൻ ക്യൂ ആയിരുന്നു. എല്ലാ കല്യാണ സ്ഥലത്തും ഐസ്ക്രീമിൻ്റെ അവിടെ ക്യൂ പോലെ തന്നെ നല്ല വൻ ക്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ടൈം ആകുമ്പോഴത്തേക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു, കാരണം കാലാവസ്ഥ അങ്ങനെയായിരുന്നല്ലോ. പിന്നെ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പോയി ജ്യൂസൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിൽ കയറി കേട്ടോ. സാധാരണ ഞങ്ങൾ കല്യാണങ്ങളിൽ പോകുമ്പോഴൊന്നും കയറാറില്ലാത്തതാണ്, പക്ഷെ ഇവിടെ എന്തായാലും ജസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി കയറി. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് നിന്നിട്ട് ഞങ്ങളൊരു ഫോട്ടോസ് എടുത്തു. പിന്നെ ഉമ്മച്ചിയും കുറച്ച് കസിൻസൊക്കെ ആയിട്ട് നിന്ന് പിന്നെ ഒരു ഫോട്ടോ കൂടി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്